ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു തആല. ഈ നബിദിന വേദിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. കൂട്ടുകാരെ, ഒരു സമൂത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും അതാ ഒരു കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു. അതാ ആ കൂട്ടത്തിലേക്ക് ഒരു യാചകൻ കടന്നു വന്നു. യാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ നബിയേ എനിക്ക് വല്ലതും തരണേ. ഈ വാക്ക് 3 വട്ടം പറഞ്ഞു. അതിനുശേഷം മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കടന്ന് യാചിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? യാചകൻ മറുപടി പറഞ്ഞു, ഇല്ല നബിയെ, എന്റെ കയ്യിൽ ഒന്നുമില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. യാചകൻ ചിന്തിച്ച് മറുപടി പറഞ്ഞു, നബിയെ, ആ നബിയെ, എന്റെ കയ്യിൽ ഒരു വെള്ളിപ്പാത്രവും ഒരു പുതപ്പുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ വീട്ടിൽ പോയി ആ വെള്ളിപ്പാത്രവും പുതപ്പും കൊണ്ടുവരൂ. യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി വെള്ളിപ്പാത്രവും പുതപ്പും കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂട്ടത്തിലിരിക്കുന്ന സഹാബികളോട് ചോദിച്ചു, ഇതിനെ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ? അതാ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സഹാബി കൈപ്പറ്റി പറഞ്ഞു, നബിയെ, ഞാൻ ഇതിന് 5 ദിർഹത്തിന് വാങ്ങാം. നബിയെ, ഞാൻ ഇതിന് 5 ദിർഹം വാങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങും ഇങ്ങും ചിന്തിക്കാതെ വെള്ളിപ്പാത്രവും പുതപ്പും സഹാബിയുടെ കയ്യിൽ കൊടുത്ത് 5 ദിർഹം വാങ്ങി യാചകന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പറഞ്ഞു, യാ യാചക, ഇതിൽ നീ 2 ദിർഹം നിന്റെ വീട്ടു പണിന് ആവശ്യപ്പെടുത്തുക, ബാക്കി 2 ദിർഹം നിന്റെ വീട്ടു ചെലവിന് ആവശ്യപ്പെടുത്തുക, ബാക്കി വരുന്ന ദിർഹം നീ കാട്ടിൽ പോയി മരം വെട്ടി ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാചകനെ അവിടെ നിന്ന് കടത്തിവിട്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.